സാധാരണഗതിയിൽ മുജാഹിദുകൾ പറയാറുള്ള ഒരു ഹദീസാണ് ഇതിനവർ നിധാനമായി കൊണ്ടുവരാറുള്ളത്. കുല്ലു ബിദ്അത്തുൻ വലാലഹ വകുല്ലു വലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വലാലത്താണ്, എല്ലാ വലാലത്തും നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ചില മൗലവിമാരുടെ കാഴ്ചപ്പാട് പ്രകാരം സഹാബത്തിന്റെ വേറെ ചില മൗലവിമാരുടെ കാഴ്ചപ്പാട് പ്രകാരം ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലെ ഏതായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും ബിദ്അത്താണ് എന്നാണ് മൗലവിമാരുടെ പക്ഷം സാധാരണയിൽ അവർ പറയാറുള്ളത്. എന്നാൽ മുജാഹിദിന്റെ നേതാവ് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഖാഇദത്തുൻ ജലീല ഫി തവസ്സുൽ വൽ വസീല എന്ന ഗ്രന്ഥം അതിന്റെ ഉദ്ധരണിയാണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തത്. വകുല്ലു ബിദ്അത്തിൻ ലൈസത് വാജിബ വലാ മുസ്തഹബ്ബ ഫഹിയ ബിദ്അത്തുൻ സയ്യിഅ. വാജിബോ മുസ്തഹബോ അല്ലാത്ത ബിദ്അത്തുകൾ അത് ബിദ്അത്തുൻ സയ്യിഅ ആണ്. കണ്ടോ എത്ര കൃത്യമാണ്. വാജിബായ ബിദ്അത്തിൽ വാജിബായ ചെയ്യൽ നിർബന്ധമായ ബിദ്അത്ത് ഉണ്ട്, അതുപോലെ തന്നെ ചെയ്യൽ സുന്നത്തായ ബിദ്അത്ത് ഉണ്ട്. ബിദ്അത്തിന്റെ കൂട്ടത്തിലാണ് പറയുന്നത്. ബിദ്അത്തിന്റെ കൂട്ടത്തിൽ മുജാഹിദിന്റെ കാഴ്ചപ്പാട് പ്രകാരം നബിയുടെ കാലഘട്ടത്തിൽ, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ, താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത ദീനിൽ പുതുതായി കെട്ടിച്ചാട്ടി ചമക്കപ്പെട്ട കാര്യമാണല്ലോ ബിദ്അത്ത്. എല്ലാ ബിദ്അത്തും വലാലത്താണെന്നാണ് മുജാഹിദ്. എന്നാൽ മുജാഹിദിന്റെ നേതാവ് ഇബ്നു തൈമിയ്യ പറയുന്നത് എല്ലാ ബിദ്അത്തും വലാലത്താണെന്ന് പറയാൻ പറ്റില്ല. മറ്റ് വാജിബായ ബിദ്അത്തിന്റെ ചെയ്യൽ നിർബന്ധമാണ് ബിദ്അത്ത്. അതുപോലെ തന്നെ മുസ്തഹബ് സുന്നത്തായ ബിദ്അത്ത് ഉണ്ട്. ഇത് രണ്ടും അല്ലാത്ത, വാജിബും മുസ്തഹബും അല്ലാത്ത ബിദ്അത്തുകളെ കുറിച്ച് മാത്രമാണ് സയ്യിഅത്തായ ബിദ്അ എന്ന് പറയാൻ പാടുള്ളൂ. ഇതാണ് മുജാഹിദിന്റെ ഈ അപ്പോസ്തലൻ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഖാഇദത്തുൻ ജലീല. ബഹുമാനപ്പെട്ട